ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഈ ഒരു സ്പോട്ട് കോഴിക്കോടുകാർക്ക് ചിലപ്പോൾ പുതുമയായിരിക്കില്ല. കാരണം കോഴിക്കോടുള്ള മിക്കവരും ഈ ഒരു സ്ഥലം ഈ ഒരു സമയത്ത് കണ്ടിരിക്കാനാണ് വഴി. പിന്നെ ഒരുപാട് വ്ളോഗേഴ്സൊക്കെ ഈ ഒരു ടൈമിൽ ഇത് ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഒക്കെ അപ്ലോഡ് ചെയ്തുകൊണ്ട് മിക്കവരും ചിലപ്പോൾ ഈ സ്പോട്ട് കണ്ടിട്ടുണ്ടാവും. എൻ്റെ വീടിൻ്റെ തൊട്ടടുത്താണ്, അതായത് ഏകദേശം 1 കിലോമീറ്ററേ ഉള്ളൂ. ഇതാണ് നമ്മുടെ പുതിയാപ്പ ഹാർബർ. അതായത് പുതിയാപ്പ നമ്മുടെ ദേവീക്ഷേത്രത്തിൻ്റെ ഉത്സവത്തിനോടനുബന്ധിച്ച്, മണ്ഡല മഹോത്സവത്തിനോടനുബന്ധിച്ച് നടക്കുന്ന LED ലൈറ്റ്സിൻ്റെ ഒരു വിസ്മയ കാഴ്ചയാണ് ഈ കാണുന്നത്. തൊട്ടടുത്തുള്ള സ്ഥലമായതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാ വർഷവും അവിടെ പോവാറുണ്ട്. ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഭയങ്കര രസമാട്ടോ. ഇതൊന്ന് കണ്ടിരിക്കേണ്ട ഒരു കാഴ്ചയാണ്. കാരണം നമുക്ക് ഭയങ്കര ഒരു എന്താ പറയുക, ഒരു വൈബാണത് അവിടെ പോവാന്നുള്ളത്. പക്ഷെ നല്ല തിരക്കായിരിക്കും. നല്ല തിരക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ എഴിഞ്ഞെഴിഞ്ഞ് 1-2 മണിക്കൂർ എടുത്തിട്ടാണ് ആ ടണലിൽ കൂടെ ഒന്ന് പാസ് ചെയ്യാൻ തന്നെ പറ്റുക. അത്രയ്ക്ക് ജനത്തിരക്കായിരിക്കും. അപ്പം ഞങ്ങൾ ഇവിടെ തൊട്ടടുത്തായതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ലേറ്റ് നൈറ്റ്, അതായത് ഒരു 12 മണിക്ക് ശേഷം അല്ലെങ്കിൽ 1 മണി 2 മണിക്ക് ശേഷം അതുവരെയൊക്കെ ലൈറ്റ് ഉണ്ടാവും കേട്ടോ. ഇപ്പോൾ തന്നെ ചില സ്ഥലങ്ങളിൽ കണ്ടില്ലേ ലൈറ്റ് ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു 7 മണി 6 മണി 7 മണി ആ ഒരു സമയത്തൊക്കെ ചെല്ലുകയാണെങ്കിൽ ഭയങ്കര തിരക്കായിരിക്കും. അപ്പോൾ നാളെ കൂടി ഉള്ളൂ ഈ ഒരു ലൈറ്റ്സും കാര്യങ്ങളൊക്കെ, അതായത് ഡിസംബർ 27 വരെ ഉള്ളൂ. ഞാനിത് എടുത്ത് വെച്ചിട്ട് ആക്ച്വലി 4-5 ദിവസമായി. ഡിസംബർ 19 തുടങ്ങി 27 വരെയാണ് ഈ ഒരു ലൈറ്റ്സിൻ്റെ ഒരു വിസ്മയം ഇവിടെ ഉണ്ടായിരിക്കുന്നത്. ഞാൻ കുറച്ച് തിരക്കിലായി പോയതുകൊണ്ട് എനിക്ക് വോയിസ് ഓവറും കാര്യങ്ങളും കൊടുക്കാൻ പറ്റാതിരുന്നത് കൊണ്ടുമാണ് ഞാനിത് ഇപ്രാവശ്യം എന്തായാലും വ്ളോഗ് ഇടണം എന്ന് വിചാരിച്ച ഒരു സംഭവമാണ്. പക്ഷേ ലേറ്റ് ആയിപ്പോയി. കാരണം എനിക്ക് തീരെ വയ്യാണ്ടിരിക്കുകയാണ്. എൻ്റെ സൗണ്ട് കേട്ടാൽ നിങ്ങൾക്ക് അറിയാം, പനിയൊക്കെ പിടിച്ച് അതിൻ്റെ ഇടയ്ക്ക് ഒരു യാത്രയും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് സൗണ്ടൊക്കെ പോയിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇവിടെ കോഴിക്കോട് അടുത്തുള്ളവരെല്ലാവരും ഈ ഒരു സംഭവം കണ്ടിട്ടുണ്ടാവും. ഇനി കോഴിക്കോട് വിസിറ്റ് ചെയ്യുന്നവർ തീർച്ചയായിട്ടും ഡിസംബർ മാസത്തിൽ, അതായത് ഡിസംബർ എൻഡിലാണ് നിങ്ങൾ കോഴിക്കോട് വരുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സ്പോട്ട് നിങ്ങൾ വിസിറ്റ് ചെയ്യുന്ന അത്രയ്ക്കും ഭംഗിയായിരിക്കും. പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ എല്ലാവർക്കും കാണാനൊരു ഹരമുള്ളൊരു കാഴ്ച തന്നെയാണ്. ഏകദേശം 2 കിലോമീറ്റർ, അതായത് ക്ഷേത്രത്തിലേക്ക് എത്തുന്നതിന് 1 കിലോമീറ്റർ മുന്നേയും ക്ഷേത്രം കഴിഞ്ഞിട്ട് ഏകദേശം 1 കിലോമീറ്ററോളമാണ് ഈ ഒരു LED ലൈറ്റ്സിൻ്റെ ഒരു വിസ്മയം നമുക്ക് കാണാൻ പറ്റുക. നമുക്ക് ഈ സ്പോട്ടിലേക്ക് എത്താൻ ഏറ്റവും എളുപ്പമുള്ള വഴി നമ്മുടെ കോഴിക്കോട് മെയിൻ ബീച്ചിലെ അവിടെ നേരെ വെച്ച് പിടിച്ചാൽ മതി. ഏകദേശം ഒരു 5-6 കിലോമീറ്ററിനുള്ളിലാണ് ഈ പുതിയാപ്പ നമുക്ക് എത്താൻ പറ്റുന്നത്. കുട്ടികൾക്ക് ക്രിസ്മസ് വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന കറക്റ്റ് ടൈമിൽ തന്നെയാണ് ഇവിടുത്തെ ഈ ഒരു മഹോത്സവവും അതിനോടനുബന്ധിച്ചുള്ള ഈ ഒരു ലൈറ്റ് സെറ്റിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഏത് പാതിരാത്രി വേണമെങ്കിലും മക്കളെയും കൊണ്ട് ഇറങ്ങാൻ പറ്റും. കാരണം ക്ലാസ് ഇല്ലല്ലോ. അതുകൊണ്ട് ഞങ്ങൾ അധികവും, ഞാൻ പറഞ്ഞില്ലേ, നല്ല തിരക്കായിരിക്കും. ഒരു 6 മണി കഴിഞ്ഞിട്ട് വരുന്ന സമയത്ത് നമുക്കതുവഴി പാസ് ചെയ്യാം. നമുക്ക് ആ ടണലിലൂടെ തന്നെ നമുക്ക് പാസ് ചെയ്യാം. പക്ഷേ ഒരുപാട് സമയം എടുത്തിട്ട് വേണം നമുക്ക് ഇതിനകത്ത് കൂടെ പാസ് ചെയ്യാനായിട്ട്. ട്രാഫിക് ആയിരിക്കുമെങ്കിൽ പോലും വളരെ നൈസായിട്ട് അവിടുത്തെ നാട്ടുകാരും അതുപോലെ പോലീസൊക്കെ ഉണ്ടാവും. നാട്ടുകാരാണ് അധികവും കൈകാര്യം ചെയ്യുന്നത്, ട്രാഫിക്കൊക്കെ കൺട്രോൾ ചെയ്യുന്നത്. വളരെ നൈസായിട്ട് അവരത് ഹാൻഡിൽ ചെയ്യുന്നത് കാണാം. അപ്പോൾ നമുക്കതിൽ കൂടെ പാസ് ചെയ്യാം. പക്ഷേ ഏകദേശം ഒരു 1 അവർ എടുത്തിട്ടാണ് ഈ ഒരു 2 കിലോമീറ്റേഴ്സ് നമുക്ക് പാസ് ചെയ്യാൻ പറ്റുക. സൂചി കുത്താനിടയില്ലാണ്ട് ജനങ്ങളായിരിക്കും. പക്ഷെ എന്നാലും ഇതൊരു എക്സ്പീരിയൻസ് ആണ്, അതൊരു വൈബാണ് അതുവഴി പോവുക എന്നുള്ളത്. അപ്പം ഞങ്ങൾക്ക് ഇവിടെ തൊട്ടടുത്തായതുകൊണ്ട് നമ്മൾ അധികം ലേറ്റ് നൈറ്റാണ് ഇറങ്ങുക. പിന്നെ ലേറ്റ് നൈറ്റ് ഡ്രൈവിംഗ് ഒരു പ്രത്യേക ഹരമാണല്ലോ. അതിൽ കൂടെ നമുക്ക് സ്പീഡിൽ ഇങ്ങനെ പാസ് ചെയ്ത് പോകാൻ പറ്റും. മറ്റതിങ്ങനെ പതുക്കെ ആയിരിക്കും പോവുക. ഇത് നമുക്ക് കുറച്ച് എന്താ പറയുക സ്പീഡ്, അതും പ്രത്യേകിച്ച് 2 വീലറിലാണെങ്കിൽ നല്ല രസമായിരിക്കും. നമ്മൾ ടൗണിൽ വന്ന വഴിക്ക് സിനിമയൊക്കെ കഴിഞ്ഞിട്ട് വരുന്ന വഴിയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ കാറിൻ്റെ ഗ്ലാസ് മൊത്തം പൊടിയാണ്. നമ്മൾ ഇന്ന് എടുക്കണം എന്ന് വിചാരിച്ചാൽ 2 ദിവസം കഴിഞ്ഞിട്ട് എടുക്കാം എന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഞങ്ങൾക്കൊരു ട്രിപ്പും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ഞാനത് അന്ന് തന്നെ അത് വീഡിയോ എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു. കാരണം പിന്നെ നടക്കില്ല എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാനത് വേഗം തന്നെ ഷൂട്ട് ചെയ്തതാണ്. പക്ഷേ ക്ലാസ് മൊത്തം പൊടിയായിരുന്നു. നമ്മൾ രാത്രിയിൽ വരുന്ന വഴിക്കാണ് പെട്ടെന്ന് നമ്മൾ തീരുമാനിച്ചാൽ ഓക്കെ ഇന്ന് തന്നെ എടുത്തേക്കാം. കാരണം അത് 2 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് എടുക്കുന്നുണ്ടാവില്ല. എടുക്കുമായിരിക്കും, പോവുമായിരിക്കും. പക്ഷേ ഈ പറഞ്ഞ പോലെ പെട്ടെന്ന് അപ്ലോഡ് ചെയ്യാൻ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ചാടിക്കയറി എടുത്തതാണ്. പക്ഷെ എന്നാലും എനിക്ക് പണി കിട്ടി. സൗണ്ട് പോയതുകൊണ്ട് എനിക്ക് വോയിസ് ഓവറൊന്നും കൊടുക്കാൻ പറ്റാണ്ടതുകൊണ്ട് ഞാനത് അവിടെ ഇങ്ങനെ വെച്ചേക്കുമായിരുന്നു.
അപ്പോൾ ഞാൻ ഡിലീറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും എടുത്തതല്ലേ, എന്തായാലും ഇടാമെന്ന് വിചാരിച്ചതല്ലേ, അപ്പോൾ പിന്നെ പോസ്റ്റ് ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. ഈ ഒരു ടൈമിൽ ഇൻസ്റ്റഗ്രാമിലൊക്കെ എല്ലാവരും സ്റ്റാറ്റസ് ഇടുന്ന, അതായത് കോഴിക്കോടുകാരും മിക്കവരും തന്നെ സ്റ്റാറ്റസ് ഇടുന്ന ഒരു സംഭവമാണിത്. അപ്പോൾ മിക്കവരും കണ്ടിട്ടുണ്ടാവും. ഇനി കാണാത്തവർ ദേ കണ്ടോളൂ. ഇതാണ് നമ്മുടെ പുതിയാപ്പ മണ്ഡല മഹോത്സവത്തിനോടനുബന്ധിച്ച് നടക്കുന്ന LED ലൈറ്റ്സിൻ്റെ വിസ്മയം. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ ബൈ, ടാറ്റ, സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ.